ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അച്ചമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമായിട്ട് സച്ചി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ അച്ചമ്മയുടെ പ്രിയ സുഹൃത്തുക്കളായ കല്ലൂനെയും ദാക്ഷുവിനെയാണ്. ഇവരെ കാണുന്നതും അച്ചമ്മയുടെ കണ്ണൊക്കെ നിറയുവാണ്. പക്ഷെ ബാക്കി ആർക്കും ഈ വന്നിരിക്കുന്നവരാരാണെന്ന് മനസ്സിലാവുന്നൊന്നുമില്ല. അച്ചമ്മ ഓടിപ്പോയി അവരെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കല്ലു, ദാക്ഷു എന്നൊക്കെ വിളിച്ച് കരയുവാണ്. എത്ര നാളായി കണ്ടിട്ട്, ഇനി ഒരിക്കലും നിങ്ങളെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചത് പോലുമല്ല. എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അച്ചമ്മ പറഞ്ഞ് കരയുവാണ്. എന്നിട്ട് സച്ചിയെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നോക്കുന്നുമുണ്ട്. പക്ഷെ ബാക്കി എല്ലാവരും ഇങ്ങനെ ആലോചിച്ചിരിക്കുക, ആരാ ഇത്? ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല ഈ വന്നിരിക്കുന്നവരാരാണെന്ന്. എന്നിട്ട് കല്ലും ദാക്ഷും അച്ചമ്മയും കൂടി സുഖമല്ലേ, വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. അവർക്കും അച്ചമ്മേനെ കാണാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട്. അച്ചമ്മയും പറയുന്നുണ്ട്, ഞാനും നിങ്ങളെ കാണാതെ വളരെയധികം എല്ലാ ദിവസവും വിഷമിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവരും പറയുവാണ്, ഞങ്ങൾക്കും ഭയങ്കര സങ്കടമായിരുന്നു, എപ്പോഴെങ്കിലും കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ ആഗ്രഹം സാധിച്ചു എന്നൊക്കെ കല്ലു പറയുവാണേ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് സച്ചിനോട്, ആരാ സച്ചിയേട്ടാ ഇവരൊക്കെ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, അച്ചമ്മേ രേവതി ചോദിക്കുക ആരാ ഇവരൊക്കെയെന്ന്. അപ്പോഴേക്കും അച്ചമ്മ കല്ലുവിൻ്റെയും ദാക്ഷുവിൻ്റെയും കൈ പിടിച്ച് അടുത്തോട്ട് വന്ന് പറയുന്നുണ്ട്, ഇവരൊക്കെ എൻ്റെ പഴയ സുഹൃത്തുക്കളാണ്. ചെറുപ്പം മുതലേ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. 8ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ വരെ ഇവരെൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഓ അപ്പോൾ ഇതാണോ അച്ചമ്മയുടെ ഓൾഡ് ബഡീസ്? അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഗെറ്റ് ടുഗെദർ പോലെ ആയല്ലേ, കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് വർഷ പറയുവാണ്. വീട് മാറിപ്പോയതിന് പിന്നെ നിങ്ങളെ കണ്ടിട്ടേ ഇല്ലല്ലോ, എവിടെയായിരുന്നു, എന്താ കാണാത്തതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, മക്കളോടൊപ്പം മാറിപ്പോയതല്ലേ, എനിക്കും സ്ഥലവും പേരും ഊരും ഒന്നും അറിയില്ലായിരുന്നു, അതാ പിന്നെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാതെ പോയതെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോഴേക്കും പറയുന്നുണ്ട്, നമ്മൾ ലാസ്റ്റ് കണ്ടത് എപ്പോഴാണ്, മറ്റേ നമ്മുടെ സുഹൃത്തിൻ്റെ കല്യാണത്തിനായിരുന്നില്ലേ എന്ന് പറയുമ്പോഴേക്കും കല്ലു പറയുന്നുണ്ട്, അല്ല ദാക്ഷു, നമ്മൾ ഇവളുടെ മോനെ കാണാൻ വേണ്ടി വന്നായിരുന്നില്ലേ, രവിയെ, പിന്നെ രവീന്ദ്രൻ്റെ കല്യാണത്തിന് നമ്മൾ വന്നായിരുന്നു, ഒരുപാട് വർഷമായില്ലേ, മറന്നുപോയി എന്നൊക്കെ ദാക്ഷു പറയുന്നുണ്ട്. അപ്പോഴേക്കും അവർ ചോദിക്കുന്നുണ്ട്, എവിടെ നിൻ്റെ മോൻ എവിടെയെന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ രവീന്ദ്രനെ വിളിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതാണ് എൻ്റെ മകൻ രവീന്ദ്രൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അച്ചമ്മക്കും കൂട്ടാർത്ഥികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അച്ചമ്മ സച്ചിനോട് ചോദിക്കുന്നുണ്ട്, സച്ചി നീ എങ്ങനെ ഇവരെയൊക്കെ കണ്ടുപിടിച്ചെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ചമ്മ എല്ലാവരുടെ നമ്പറും ഒരു ബുക്കിൽ എഴുതി വെക്കില്ലേ, അത് ഞാനൊന്ന് അയച്ചു തരാൻ നമ്മുടെ ആമീനോട് പറഞ്ഞായിരുന്നു, ആ നമ്പർ വെച്ച് ഞാൻ ഇവരെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ചു അച്ചമ്മയെന്നൊക്കെ സച്ചി പറയുവാണേ. കുറേ നാൾക്ക് ശേഷം ഉണ്ടായിരുന്ന എൻ്റെ മനസ്സിൻ്റെ ഭാരം അങ്ങോട്ട് മാറിക്കിട്ടി, എനിക്ക് ഒരുപാട് സന്തോഷമായിന്ന് അച്ചമ്മ പറയുന്നുണ്ട്. അപ്പോൾ ദാക്ഷു പറയുന്നുണ്ട്, ഈ സച്ചിയെ വളരെ നല്ലൊരു മോനാണ് കേട്ടോ, അച്ചമ്മക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, നല്ല മകനാന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്. അച്ചമ്മ എന്നിട്ട് ഓരോരുത്തരായിട്ട് വീട്ടിലെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ശ്രീകാന്തിനെയും വർഷയും സുധിയും ശ്രുതിയും എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുവാണ്. എന്നിട്ട് രേവതിയെ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വീട്ടിലെ ആദ്യത്തെ മരുമകൾ ഇവളാ, പക്ഷേ ഈ വീട്ടിലെ മൂത്ത മരുമകളത്തെ ഈ നിൽക്കുന്ന ശ്രുതിയാന്നൊക്കെ പറയുമ്പോഴേക്കും കല്ലു ചോദിക്കുന്നുണ്ട്, അല്ല ഈ കഥ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറയാടി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പര സന്തോഷങ്ങൾ പങ്കുവെക്കുവാണേ. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഇനി നമുക്ക് കേക്ക് മുറിക്കാലോ അച്ചമ്മേ, കേക്ക് മുറിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ചമ്മ പറയും, ഇനി എന്തു കുഴപ്പം, എൻ്റെ മനസ്സ് നിറഞ്ഞു, വാ നമുക്ക് കേക്ക് മുറിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി പോയി അച്ചമ്മയുടെ ചുറ്റിന് നിന്നിട്ട് അച്ചമ്മ കേക്കൊക്കെ മുറിക്കുവാണേ. ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടുന്നുണ്ട്. അച്ചമ്മ എല്ലാവർക്കും കേക്കൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, തിരിച്ചും എല്ലാവരും കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേക്ക് മുറിക്കൽ ചടങ്ങ് നല്ല അതിഗംഭീരമായിട്ട് തന്നെ വളരെ സന്തോഷത്തോടെ തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും കാണിക്കുന്നത് അച്ചമ്മയും സുഹൃത്തുക്കളും കൂടി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതാണ്. അച്ചമ്മ എന്നിട്ട് രേവതിയെ വിളിച്ച് പറയുന്നുണ്ട്, ഇതെൻ്റെ രണ്ടാമത്തെ മരുമകളാണ്, ഇവക്ക് പൂകെട്ടല പണി. അപ്പോൾ ദാക്ഷു പറയുന്നുണ്ട്, എടി ഇവളെ കാണാൻ നിൻ്റെ ചെറുപ്പത്തിലുള്ള അതേ മുഖം പോലെ തന്നെയുണ്ട്, നിന്നെ കാണുന്ന പോലെ തന്നെയുണ്ട് ഈ രേവതിയെ കാണുമ്പോഴെന്ന് പറയുവാണേ. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, ആണോ, അതെ, ഇതാണ് എൻ്റെ ഇളയ മരുമകൾ വർഷ, ഇവക്ക് ഈ സീരിയലിലൊക്കെ സൗണ്ട് കൊടുക്കില്ലേ ആ പണിയാന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും കല്ലു പറയുന്നുണ്ട്, നിൻ്റെ മുഖം എന്തൊരു തിളക്കുവാ, ഇപ്പോൾ നിനക്ക് വേണമെങ്കിൽ സിനിമയിൽ പോയി അഭിനയിക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അച്ചമ്മക്ക് നാണം വരുവാണേ. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ തിളക്കിയെടുത്തത് എൻ്റെ മൂത്ത മരുമകളാണ് ശ്രുതി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുവാണേ. അപ്പോൾ ദാക്ഷു പറയുന്നുണ്ട്, ഇപ്പം നിൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഒന്നുകൂടെ കല്യാണം കഴിച്ചാനേ, അത്രക്കും ചെറുപ്പം പോലെ ഉണ്ട് നിന്നെ കാണാൻ എന്നൊക്കെ പറയുമ്പോൾ അച്ചമ്മക്ക് നാണം വരുവാണേ. അങ്ങനെ അച്ചമ്മ സന്തോഷിക്കുന്ന കുറച്ച് നിമിഷങ്ങളാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവിൽ.
രേവതി സച്ചിനോട് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ എന്നാൽ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ ഇങ്ങനെ അച്ചമ്മയുടെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, സർപ്രൈസ് ആയില്ലേ? ഈ സർപ്രൈസ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും മുഖം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്ക് അച്ചമ്മക്കൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. സച്ചിയേട്ടൻ എന്ത് നല്ലോണം ആലോചിച്ചൊരു നല്ല തീരുമാനം തന്നെയാണ് ചെയ്തത്. നല്ലൊരു സമ്മാനം തന്നെയാണ് അച്ചമ്മക്ക് കൊടുത്തിരിക്കുന്നത്. നോക്ക് എത്ര സന്തോഷമാണ് നമ്മുടെ അച്ചമ്മ എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ ഇങ്ങനെ ചിരിച്ചും കളിച്ചിരിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അത് കണ്ട് നമ്മുടെ രവീന്ദ്രനും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നമ്മുടെ സച്ചിക്കും രേവതിക്കും അതിലേറെ സന്തോഷമാവുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണേ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി എന്താ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാനോർത്തു ഈ സച്ചി അച്ചമ്മക്ക് വേണ്ടി ഒന്നും ചെയ്യില്ലെന്ന്. കണ്ടില്ലേ അച്ചമ്മയുടെ മനസ്സിനെ എങ്ങനെ ഇതാക്കിയെന്ന് നോക്കിക്കേ. ഇനി ആ അച്ചമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് സച്ചിക്കാ സ്വന്തം, നമുക്ക് കിട്ടില്ല ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ശ്രുതി നമ്മൾ രണ്ടുപേരും അച്ചമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തില്ലേ, അവിടെ സച്ചി മാത്രമേ കൊടുത്തിട്ടുള്ളൂ, രേവതി കൊടുത്തിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം, അച്ചമ്മ ആർക്കാ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് നോക്കാം ശ്രുതി, ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും രേവതി സച്ചിനോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഞാനും അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു ചെറിയ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ സച്ചി പറയും, ആണോ അതെന്താന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അച്ചമ്മയെ കൂട്ടിക്കൊണ്ട് ഞാൻ ടെറസിൽ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അത് ഞാൻ അച്ചമ്മയ്ക്ക് ഒരു സമ്മാനമായിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, എന്നാൽ അത് നമുക്ക് ഇപ്പോൾ പ്ലേ ചെയ്യാമെന്ന് പറയുമ്പോൾ രേവതി പറയും, ഏയ് അതൊന്നും വേണ്ട, ഇങ്ങോട്ട് വാ രേവതി, ഏതായാലും നീ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചതല്ലേ, നല്ല തന്നെ ആയിരിക്കും, നമുക്ക് പ്ലേ ചെയ്യാം, ഇപ്പം തന്നെ എല്ലാവരുടെ മുമ്പിലും പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തേ ആ ടി വി ഒന്ന് കണക്ട് ചെയ്തതെന്ന് പറയുവാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താടാ വല്ല സിനിമയും ഇപ്പോൾ അത്യാവശ്യമാണോ നിനക്ക് ടി വി വെക്കണമെന്ന്, വല്ല ന്യൂസും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതൊന്നും അല്ല അച്ഛാ, ഇത് കുറച്ച് ഉപദേശങ്ങളാണ്, ജീവിതം എങ്ങനെ ജീവിച്ച് തീർക്കണം എന്നുള്ള ഉപദേശം, നമുക്ക് കാണാം എന്നൊക്കെ പറയുവാണ് സച്ചി. അച്ചമ്മ തൻ്റെ ജീവിതം എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നും എന്താണ് ഇത്രയും കാലത്തെ അനുഭവങ്ങളെന്നൊക്കെയാണ് രേവതി ചോദിക്കുന്നത്. അതിൽ അച്ചമ്മ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് പറയുന്നത്. നമ്മൾ ഈ ലോകത്തിൽ ഒരു ഭൂമിയിൽ ഒരു അതിഥി മാത്രമാണെന്നും നമ്മൾക്കുള്ള സമയം വളരെ കുറവാണെന്നും ആ കുറച്ച് സമയം നമ്മൾ വളരെ സന്തോഷത്തോടെ തന്നെ ജീവിക്കണം എന്നൊക്കെ അച്ചമ്മ പറയുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്, നമുക്ക് ചുറ്റും എല്ലാവരും ഉണ്ടാവും, എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം, പക്ഷേ ഒന്നും പ്രതീക്ഷിക്കരുത്, എല്ലാവരെയും മനസ്സിലാക്കി നമ്മൾ സന്തോഷത്തോടെ തന്നെ ജീവിച്ചു പോകണം. അതൊക്കെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അച്ചമ്മ പോസിറ്റീവായിട്ടൊക്കെ പറയുന്നുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും എല്ലാവരും കൈതട്ടി അച്ചമ്മേനെ അഭിനന്ദിക്കുന്നുണ്ട്. ദൈവം നമുക്കായിട്ട് തന്നിരിക്കുന്ന ഒരനുഗ്രഹമാണ് ഈ ജീവിതമെന്നും ഈ ജന്മമെന്നും അത് നമ്മൾ സന്തോഷത്തോടെ തന്നെ ജീവിച്ച് തീർക്കണമെന്നും ഒക്കെ അച്ചമ്മ പറയുന്നുണ്ട്. അമ്മേ നന്നായിട്ടുണ്ടമ്മ വീഡിയോ, അമ്മ നല്ല ഒരുപാട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. എടാ സച്ചി, ഈ വീഡിയോ ഇടക്കിടക്ക് ഈ വീട്ടിൽ എങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണേ, ചിലവരൊക്കെ അതൊക്കെ കേട്ട് നല്ലോണം ജീവിക്കട്ടെ, മനസ്സിലുള്ള കുശുമ്പൊക്കെ മാറട്ടെ എന്നൊക്കെ രവീന്ദ്രൻ ചന്ദ്രയെ നോക്കി പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതിനെന്താ വെച്ചാൽ 2-3 ഷോ വരെ നമുക്ക് നടത്താമെന്നൊക്കെ പറയുവാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ അച്ചമ്മ ശ്രീകാന്തിനെ ദാക്ഷുവിനൊക്കെ പറയുവാണ്. ദാക്ഷുവൊക്കെ പറയുന്നുണ്ട് കേക്ക് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയും, ദേ ഈ കേക്ക് എനിക്കെൻ്റെ മോൻ കൊച്ചുമകൻ വളരെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ, ഗ്രാൻഡ്മ കേക്ക് എന്നാ ഇതിൻ്റെ പേര്, ആണോ നല്ല അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ ദാക്ഷുവൊക്കെ പറയുവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, കുറേ നേരം ആയല്ലോ അച്ചമ്മ ശ്രീകാന്തിനെ പൊക്കി പറയുന്നത്, സ്പെഷ്യൽ ഗിഫ്റ്റ് ശ്രീകാന്ത് കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത്. അപ്പോഴേക്കും ശ്രുതി പറയും, ശ്രുതി ഒന്ന് വെയിറ്റ് ചെയ്യ്, അച്ചമ്മ പറയട്ടെ ആർക്കാ കൊടുക്കുന്നതെന്ന്, എന്നിട്ട് മതി ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ഇനി ഇത് വെച്ച് നീട്ടി കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഞാൻ പോയി ചോദിക്കട്ടെ അച്ചമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആർക്കാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി പോവുകയാണേ അച്ചമ്മയുടെ അടുത്തോട്ട്. ശ്രുതി എന്നിട്ട് അച്ചമ്മേനോട് പോയി പറയുന്നുണ്ട്, അച്ചമ്മേ എനിക്ക് വിശക്കുന്നു, നമുക്ക് ഫുഡൊക്കെ കഴിക്കണ്ടേ, ആ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് അച്ചമ്മ സ്പെഷ്യൽ ഗിഫ്റ്റ് ആർക്കാ കൊടുക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, എടാ തിരക്ക് പിടിക്കല്ലേ, അത് അച്ചമ്മ പറയൂലേ, നീ എന്തിനിങ്ങനെ ധൃതി പിടിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, ഞാൻ പറയാടാ, ഇന്ന് എൻ്റെ മനസ്സ് നിറഞ്ഞിരിക്കുക, ഞാൻ ഇപ്പം തന്നെ പറയാം ഞാൻ ആ ഗിഫ്റ്റ് ആർക്കാ കൊടുക്കുന്നതെന്ന്. ചന്ദ്രേ നീ പോയി എൻ്റെ ബാഗ് ഒന്ന് എടുത്തോണ്ടും വന്നേന്ന് പറയുവാണേ. എന്നിട്ട് ചന്ദ്ര ബാഗ് പോയി എടുത്തോണ്ടും വരുന്നുണ്ട്. ബാഗിൽ നിന്ന് എന്തോ എടുത്തിട്ട് അച്ചമ്മ പൂജാമുറി പോയി നല്ലോണം പൂജിച്ചിട്ടൊക്കെ ഹോളിലോട്ട് വരുവാണേ, പ്രാർത്ഥിച്ചിട്ടൊക്കെ ഹോളിലോട്ട് വരുവാണ്. എന്നിട്ട് അച്ചമ്മ വന്നിട്ട് എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ തരാൻ പോകുന്ന സമ്മാനം വെറുതെ ഒരു സമ്മാനമല്ല, 6 തലമുറയായിട്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു സ്വർണ്ണമാണെന്ന് പറയുവാണേ, ഒരു സ്വർണ്ണ ലോക്കറ്റാണെന്ന് പറയുവാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ചെറുതായിട്ടൊക്കെ തോന്നാം, പക്ഷേ ഇതിൻ്റെ വില മതിക്കാനാവാത്തതാ ഇത്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് അപ്പോഴേ തോന്നി അമ്മ ഇതായിരിക്കും സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നതെന്ന്, ഇത് അമ്മക്ക് തന്നെ കൈ വെച്ചൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, ഏയ് ഇല്ല, ഇതിനി അടുത്ത തലമുറക്ക് കൊടുക്കണ്ടേടാ,
അത് നല്ല ഒരു കൈകളിൽ സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ തന്നെ ഏൽപ്പിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എല്ലാവരും മാർക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുവാണേ. ശ്രുതിയും അവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുവാണ്. മഹിമ വർഷയോട് പറയുന്നുണ്ട്, വർഷേ നീയല്ലേ ഈ കുടുംബത്തിൽ വളരെ സ്വത്തുക്കളൊക്കെ ഉള്ള കാശുള്ള വീട്ടിലെ കുട്ടി, അത് നിനക്ക് തന്നെ കിട്ടണം, കുടുംബമഹിമ നിനക്കാ ഉള്ളേന്ന് പറയുമ്പോഴേക്കും വർഷ പറയും, അമ്മേ ഇങ്ങനെ ബാക്കിയുള്ളവരെ ഡിഗ്രേഡ് ചെയ്ത് സംസാരിക്കല്ലേ എന്ന് പറഞ്ഞ് അമ്മയുടെ മഹിമയുടെ വായടപ്പിക്കുവാണേ. എന്നിട്ട് അച്ചമ്മ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് വില മതിക്കാനാവാത്ത സമ്മാനങ്ങളാണ് തന്നത്. എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കരിമണിമാല എനിക്ക് എൻ്റെ മൂത്ത മകൻ സമ്മാനമായിട്ട് തന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഇളയ മകനാണെങ്കിലോ എനിക്ക് വേണ്ടി സ്പെഷ്യൽ കേക്ക്, എൻ്റെ മരുമകളാണെങ്കിലോ എന്നെ നന്നായിട്ട് ഒരുക്കി തന്നു. ഇളയ മരുമകൾ എനിക്കൊരു മൊബൈലാണ് തന്നത്. എനിക്ക് വളരെയധികം സന്തോഷമായി. എല്ലാവരും എൻ്റെ മനസ്സ് നിറച്ചു. പക്ഷെ എന്നിരുന്നാലും ഗിഫ്റ്റുകളൊക്കെ തന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ എല്ലാത്തിനേക്കാളും ഉപരി നമുക്ക് മുഖ്യം ബന്ധങ്ങളും സ്നേഹങ്ങളുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന 2 പേരെ എനിക്ക് എൻ്റെ കൊച്ചുമകൻ സച്ചി എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി തന്നു. രേവതിയാണെങ്കിലോ ഞാൻ പറയുന്ന അനുഭവങ്ങളൊക്കെ ഒരു വീഡിയോ ആക്കി വെച്ചിരിക്കുക. നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ഓർമ്മകളും എന്നും നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ മനസ്സിലുണ്ടാവണം. നാളെ ഞാനില്ലാതായാലും എൻ്റെ ഈ ഓർമ്മകൾ മറ്റുള്ളവർക്ക് കാണാൻ പറ്റും, എല്ലാം അറിയാൻ പറ്റും. അങ്ങനെ എൻ്റെ മരുമകൾ എനിക്കൊരു വീഡിയോയിലൂടെ അത് കാണിച്ചു തന്നു. ബന്ധങ്ങളും ഓർമ്മകളും സ്നേഹങ്ങളുമാണ് നമുക്ക് മുഖ്യമെന്ന് ഇവർ 2 പേരും തെളിയിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിനെ തൊടുന്ന പ്രവർത്തികളാണ് ഇവർ 2 പേരും ചെയ്തത്. സാധനങ്ങളൊന്നും എനിക്ക് ഗിഫ്റ്റായിട്ട് മേടിച്ച് തന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിനെ തൊടുന്ന ഒരു സമ്മാനം തന്നത് സച്ചിയും രേവതിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ ഇവർക്ക് കൊടുക്കുവാന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ആ സമ്മാനം നമ്മുടെ സച്ചിക്കും രേവതിക്കും കൊടുക്കുകയാണേ. ഭയങ്കര സന്തോഷമായി സച്ചിക്കും രേവതിക്കും. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.